LDF-നെതിരെയും LDF സർക്കാരിനെതിരെയും എന്തും എഴുതിവിടും എന്ന തലത്തിലാണ് നമ്മുടെ പല മുഖ്യധാരാ മാധ്യമങ്ങളും എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയമായ പ്രവർത്തനം മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ പൊളിച്ചെഴുതുക എന്ന് പറയുന്ന കർത്തവ്യം കൂടി ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ അനുഭാവികൾക്കും ഉണ്ടാകുന്ന ഒരു കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന കള്ളവാർത്തയുമായി മലയാള മനോരമ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ കേരളം വീണ്ടും കടമെടുക്കുകയാണ് എന്നാണ് മനോരമയുടെ വ്യാജവാർത്ത. ഈ മനോരമ തന്നെ കഴിഞ്ഞ 5 വർഷവും എഴുതിയത് ഇതാ ട്രഷറി പൂട്ടാൻ പോകുന്നു, ഇതാ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങാൻ പോകുന്നു, പെൻഷൻ മുടങ്ങാൻ പോകുന്നു, അങ്ങനെ എത്രയോ വാർത്തകൾ കൊടുത്തു. പക്ഷെ ഒന്നുപോലും യാഥാർത്ഥ്യമായില്ല. മനോരമ ചാനൽ പുറത്തിറക്കിയ ഒരു സമൂഹ മാധ്യമ കാർഡ് ഇങ്ങനെ: വീണ്ടും കോടികളുടെ കടമെടുക്കാൻ സംസ്ഥാനം, 3700 കോടി രൂപ കൂടി കടമെടുക്കാൻ തീരുമാനം, കടബാധ്യത 49,547 കോടിയായി ഉയർന്നു. കേരളം കടക്കെണിയിലെന്ന പ്രതിപക്ഷത്തിന്റെ വ്യാജപ്രചാരണത്തിന് സാധുത നൽകുക എന്നതാണ് ലക്ഷ്യം. കേന്ദ്രാനുമതി കൂടാതെ ഒരു നയാ പൈസ പോലും കേരളത്തിന് കടമെടുക്കാനാകില്ല. LDF ഭരണത്തിന് കീഴിൽ കേരളത്തിന്റെ കടബാധ്യത 6 ലക്ഷം കോടി രൂപയായി ഉയർന്നു എന്ന VD സതീശന്റെ കല്ലുവെച്ച നുണയ്ക്ക് കുത്തക മാധ്യമങ്ങൾ വലിയ പ്രചാരണം നൽകി. 2026 മാർച്ച് മാസം വരുമ്പോൾ ഈ മാസത്തോടെ കേരളത്തിലുണ്ടാകുന്ന കടബാധ്യത 4,88,910 കോടി മാത്രമാണ്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിന്റെ കടബാധ്യത 8 ലക്ഷം കോടി രൂപ കടന്നു. കേരളത്തിന്റെ കടം ഏറ്റവും പെരുകിയ കാലം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന 2011-2016 കാലമാണ്. കടവും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം 42% ഉയർന്നു. അക്കാലത്ത് കടവും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം 42% ഉയർന്നു. 10 വർഷക്കാലത്തെ കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥയും സാമ്പത്തിക അച്ചടക്കവും മെച്ചപ്പെട്ട വിധത്തിലാണെന്ന സത്യം മറച്ചുവെക്കാനായാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്.